കർത്താവിൻ്റെ ആഗ്രഹം വെറുതെ ഇങ്ങനെ ഉപദേശം പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല. ആ പറഞ്ഞ ഉപദേശത്തെ നീ നിനക്ക് അനുഭവമായിട്ട് മാറണം. ഇത് യേശുവിൻ്റെ മാർഗം കേവലം ഒരു റിലീജിയസ് തോട്ടായി, ഒരു മതപരമായ ചിന്തയായിട്ട് കാണുന്നെങ്കിൽ ഈ യേശുക്രിസ്തുവിലുള്ള ജീവിതം അസ്വസ്ഥതയായിട്ട് നമുക്ക് തോന്നാൻ തുടങ്ങും. ഇത് അരുത്, തുടരുത്, പിടിക്കരുത്, എടുക്കരുത്, നോക്കരുത്, അങ്ങോട്ട് പോകരുത്, ഇതൊന്നും അല്ല. ഇത് നിനക്ക് അനുഭവമായി മാറണം. യേശു നിന്റെ ഉള്ളിൽ വരുമ്പം നിന്നെ കൊണ്ട് എടുക്കാതിരിക്കാൻ വയ്യ. യേശു നിന്റെ ഉള്ളിൽ വരുമ്പോൾ നിന്നെ കൊണ്ട് നോക്കാൻ വയ്യ. യേശു നിന്റെ ഉള്ളിൽ വരുമ്പോൾ നിന്നെ കൊണ്ട് ചെയ്യാൻ വയ്യ. ഇങ്ങനെ യേശു ഉള്ളിൽ വന്നു വരുത്തുന്ന മാറ്റമാണ് യേശുവിലൂടെയുള്ള മാറ്റം. ആരോ പറഞ്ഞ് എന്തോ കേട്ട് ആരെയോ പേടിച്ച് എന്തോ ചെയ്യാതിരിക്കുന്ന അല്ല യഥാർത്ഥത്തിലുള്ള യേശുക്രിസ്തുവിലുള്ള ജീവിതം. യേശു ഉള്ളിൽ വന്ന് നമ്മെ മാറ്റുന്ന മാറ്റമാണ് വാസ്തവത്തിലുള്ള രൂപാന്തരം. അപ്പൊ ശബത്ത് എന്താണെന്ന് പഠിപ്പിക്കാനാണ് യേശു വന്നത്. ഇനി യേശുവിന്റെ പ്രസ്താവനയിലേക്ക് ഞാൻ വരാം. യേശു അത് കഴിഞ്ഞിട്ട് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ശബത്തിനും കർത്താവാകുന്നു. ആൻഡ് ദ ലോർഡ് ഓഫ് ശബത്ത്. ഞാൻ ശബത്തിനും കർത്താവാകുന്നു. ആ വാക്കിനെ ഞാൻ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ആശയം മനസ്സിലാവും. ഞാൻ ശബത്തിന്റെ മേൽ കർത്തൃത്വം നടത്തുന്നവനാകുന്നു. ഞാൻ ശബത്തിന്റെ ലോഡാകുന്നു. ലോഡ് എന്ന വാക്ക്, LORD, ലോഡ് എന്ന വാക്കിന്റെ അർത്ഥം കർത്താവാകുന്നു. ഞാൻ ശബത്തിന്റെ പേഴ്സൺ ആകുന്നു. ഞാൻ ശബത്തിന്റെ വ്യക്തിത്വമാകുന്നു. ഞാൻ ശബത്തിന്റെ പേഴ്സണാലിറ്റി ആകുന്നു. ശബത്ത് എന്ന ഉപദേശത്തിന്റെ കേന്ദ്രബിന്ദു ഞാനാകുന്നു. കുറച്ചുകൂടെ കയറി പറയാം, ഐ ആം ദ സബത്ത്. ഞാനാണ് ശബത്ത്. ഞാനാണ് സ്വസ്ഥത. ഓഹ് മൈ ഗാഡ്, ഈ വെളിപ്പാട് ദൈവം എന്നെ ആഴമായി എൻ്റെ ഉള്ളിൽ തന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആശയം മുഴുവനായി അതിന്റെ മൂലാർത്ഥം ഒന്ന് വിശദീകരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ ദ ഫസ്റ്റ് പേഴ്സൺ, ഞാനാണ് ശബത്തിന്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ ശബത്ത് ഞാനാണ്. ശബത്ത് എന്നിലാണ്. ശബത്ത് എന്നിലുള്ള അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം അന്ന് പ്രവേശിച്ച സ്വസ്ഥത അത് പുത്രനിലാണ്. സങ്കീർത്തനക്കാരൻ ഇത് വിശദീകരിക്കുന്നുണ്ട്. ആ നാളുകളിൽ അവനിൽ ആനന്ദിച്ചു, പുത്രനിൽ ആനന്ദിച്ചു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? പുത്രനിൽ സ്വസ്ഥനായിരുന്നു. അന്ന് പിതാവായ ദൈവം സ്വസ്ഥനായിരുന്നു. എവിടെ? പുത്രനിൽ സ്വസ്ഥനായിരുന്നു. പിതാവായ ദൈവത്തിലെ സ്വസ്ഥത എവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു? ഏദനിൽ യേശുക്രിസ്തുവിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് എന്താണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് യേശു ഭൂമി വന്നത്. യേശു വന്നിട്ട് പറഞ്ഞു, ഞാൻ ആ ശബത്ത്, എന്നിൽ ആ സ്വസ്ഥത. ഓ മൈ ഗാഡ്, ഞാൻ ആ പദം ആവർത്തിച്ച് പറയാം. ഞാൻ ആ സ്വസ്ഥത, എന്നിൽ ആ സ്വസ്ഥത, എന്റെ അടുക്കൽ വരുമ്പോഴാ സ്വസ്ഥത. ഞാനാണ് സ്വസ്ഥത എന്ന വാക്ക് പറയാം. നിങ്ങൾ അനുഷ്ഠിച്ചു പോകുന്നതിന്റെ കാരണം ഞാനാ. നിങ്ങൾ അനുഷ്ഠിച്ചു പോകുന്നതിന്റെ ഉറവിടം ഞാനാ. എന്നിലാ നിങ്ങൾ റെസ്റ്റ് ചെയ്യണമെന്ന് പിതാവ് ആഗ്രഹിച്ചത്. ഇനി നിങ്ങൾ അത് മതപരമായിട്ട് ഉപദേശമായിട്ട് വെക്കണ്ട. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, ഞാൻ ശബത്തിനും കർത്താവാകുന്നു. ഇനി അങ്ങോട്ട് ശബത്ത് എന്ന ഉപദേശമില്ല, ഇനി അങ്ങോട്ട് ശബത്ത് എന്ന അനുഭവമാണുള്ളത്. ഞാൻ ആവർത്തിക്കട്ടെ ആ വാക്ക്. ഇനി അങ്ങോട്ട് ശബത്ത് എന്ന ഉപദേശമില്ല, ശബത്ത് എന്ന അനുഭവമാണുള്ളത്. യേശു ക്രിസ്തുവിലാണ് ഇനി സ്വസ്ഥത. ശബത്ത് എന്ന വാക്കിന്റെ അർത്ഥം സ്വസ്ഥത. യേശുവിലാണ് ഇനി സ്വസ്ഥത. യേശുവാണ് സ്വസ്ഥത. യോശുവയ്ക്ക് വരുത്താൻ കഴിയാത്തത്, മോശയ്ക്ക് വരുത്താൻ കഴിയാത്തത് 20 വർഷം 20 ലക്ഷം പേരോട് 40 വർഷം ആവർത്തിച്ച് പറഞ്ഞത് ഇന്ന് നിങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. എങ്ങനെ പ്രാപിക്കാൻ കഴിയും? യേശുവാണ് സ്വസ്ഥത എന്ന് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും ഈ ദൈവിക സ്വസ്ഥത. യേശുവാണ് സ്വസ്ഥത എന്നുള്ളതിന് വേദപുസ്തകത്തിൽ തെളിവുണ്ടോ? യേശുവാണ് സ്വസ്ഥത എന്നുള്ളതിനെ വേദപുസ്തകത്തിൽ തെളിവുള്ളൂ. യേശു വിളിക്കുക, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി ഏവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്താ കർത്താവ് പറഞ്ഞതിന്റെ ആശയം? യേശു പറയും, ഞാൻ അസ്വസ്ഥത. എൻ്റെ അടുക്കൽ വന്നാൽ അധ്വാനവും ഭാരവും ചുമടും ഒക്കെ ആയിട്ട് വരുന്നവൻ ഇവിടെ വരുമ്പോൾ റെസ്റ്റാ. ഞാനായി റെസ്റ്റ്. യേശു ചെന്നിടത്തെല്ലാം സ്വസ്ഥതയായിരുന്നു. നിങ്ങൾ നോക്കിയേ, അസ്വസ്ഥമായ വീട്ടിലേക്ക് യേശു ചെന്നു. അവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുകയായിരുന്നു. പക്ഷെ നിമിഷങ്ങൾ കഴിയുന്നതിനപ്പുറം ആ വീടിനകത്ത് വലിയ സ്വസ്ഥതയായി. സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൻ സ്വസ്ഥനായി. ചുങ്കക്കാരൻ, മത്തായി, പത്രോസ്, എന്തിനേറെ ഞാൻ പറയുന്നു, ഈ ദൈവിക സ്വസ്ഥത യേശുവിൽ കണ്ടെത്തണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യേശു സ്വസ്ഥത വരുത്തിയോ? മോശ സ്വസ്ഥത വരുത്തി. 4:8 പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയില്ല. വരുത്തിയായിരുന്നെങ്കിൽ വേറൊരു സ്വസ്ഥതയുടെ ദിവസത്തെ പറ്റി പറയുകയില്ലായിരുന്നു. അപ്പൊ സ്വസ്ഥത വരുത്താൻ വേണ്ടി ഭൂമി വന്ന ആളാണ് യേശു. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഞാൻ എൻ്റെ പീസ്, എൻ്റെ റെസ്റ്റ് നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇത് ലോകം തരുന്ന പോലെയല്ല. യേശുക്രിസ്തുവിൽ ഈ സ്വസ്ഥതയുണ്ട് പ്രിയരെ. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
നിങ്ങൾ അസ്വസ്ഥരായിരിക്കാം. പല മേഖലകളിൽ അസ്വസ്ഥപ്പെടുത്തുന്ന 100 വിഷയങ്ങളുണ്ടാകാം. പക്ഷെ വിശ്വസിക്കുക സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് ഇന്ന് ഈ സ്വസ്ഥതയായി യേശു വരികയാണ്. യേശുക്രിസ്തു എന്ന സ്വസ്ഥത ഇന്ന് കാൽവരി ക്രൂശിലല്ല. യേശുക്രിസ്തു എന്ന സ്വസ്ഥത ഇന്ന് കല്ലറയിലല്ല. യേശുക്രിസ്തു എന്ന സ്വസ്ഥത ഇന്ന് സ്വർഗത്തിൽ പോലും അല്ല. യേശുക്രിസ്തു എന്ന സ്വസ്ഥത സ്വർഗത്തിൽ ഇല്ല എന്നല്ല കേട്ടോ പറഞ്ഞതിൻ്റെ ആശയം. യേശുക്രിസ്തു എന്ന സ്വസ്ഥത കൊളോസ്യർ 1:26 വായിച്ചു നോക്കും. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ദൈവിക സ്വസ്ഥത അന്വേഷിച്ച് എവിടെയും പോകണ്ട. ദൈവിക സ്വസ്ഥത എന്നതാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ യേശു ഇരിക്കുകയാണ്. സജിത്ത് നീ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? നിങ്ങളിൽ ഇരിക്കുന്ന സ്വസ്ഥതയായ ക്രിസ്തു നിങ്ങൾക്ക് സ്വസ്ഥത തരാൻ വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ എഴുന്നേക്കാൻ പോവാ. മൈ ജീസസ്, ഹല്ലേലൂയ. നിങ്ങൾ അസ്വസ്ഥരാകുന്നത് ദൈവഹിതമല്ല. നിങ്ങൾ ഇന്ന് അസ്വസ്ഥരാകുന്നെങ്കിൽ അതിന് കാരണക്കാർ നിങ്ങൾ മാത്രമാണ്. കാരണം നിങ്ങൾ ഇനി അസ്വസ്ഥരാകാൻ പാടില്ല. കാരണം അവരസ്വസ്ഥരാകാൻ കാര്യം വിശ്വസിക്കാൻ പറ്റാഞ്ഞുകൊണ്ടാണ്. വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾക്ക് പോലും ഇനി അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. എന്ത് വിശ്വസിക്കണം? യേശുവിനെ വിശ്വസിക്കണം. യേശുവാണ് എൻ്റെ സ്വസ്ഥത എന്ന് ഞാൻ വിശ്വസിക്കണം. യേശു എനിക്ക് സ്വസ്ഥത വരുത്തി എന്ന് ഞാൻ വിശ്വസിക്കണം. എന്നോട് ചേർന്നൊന്ന് പറയാമോ ആ വാക്ക്? യേശു എനിക്ക് സ്വസ്ഥത വരുത്തി. ഈ 2-3 സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങളൊന്ന് വായി തുറന്ന് പറയാമെങ്കിൽ തന്നെ അസ്വസ്ഥതകൾ ഇപ്പോൾ തന്നെ ഓടിത്തുടങ്ങും. വെളിച്ചം കത്തുമ്പോൾ ഇരുട്ടിനെ ആരും പുറത്താക്കണ്ട. വെളിച്ചം എവിടെ കത്തുന്നോ അവിടെ ഇരുട്ട് ഓടാൻ തുടങ്ങും. ഇരുട്ട് അപ്രത്യക്ഷമാകാൻ തുടങ്ങും. ഇന്ന് നിങ്ങൾ വായി തുറന്ന് എന്നോട് ചേർന്ന് ഈ വാക്കുകൾ പറയുമ്പോൾ തന്നെ ആ ദൈവിക സ്വസ്ഥത അക്ഷരാർത്ഥത്തിൽ വ്യാപരിക്കാൻ തുടങ്ങും. പറഞ്ഞു തുടങ്ങിയാട്ടെ. യേശു എൻ്റെ സ്വസ്ഥതയാണ്. പറഞ്ഞാട്ടെ, യേശു എൻ്റെ സ്വസ്ഥതയാണ്. പല ആവർത്തി പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന നിങ്ങളുടെ സമീപത്തിൽ ആളുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കരം കൊടുത്ത് പറഞ്ഞാട്ടെ, യേശു എൻ്റെ സ്വസ്ഥതയാണ്. ഞാൻ അവനിൽ സ്വസ്ഥനാണ്. പറഞ്ഞാട്ടെ, യേശുവിൽ ഞാൻ സ്വസ്ഥനാണ്. ഹല്ലേലൂയ. അസ്വസ്ഥതകൾ അഴിയട്ടെ. കർത്താവ് നമ്മളെ സ്വസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി ഒരിക്കലും അസ്വസ്ഥപ്പെടാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ദൈവിക സ്വസ്ഥത എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലാണ്. യേശു നമുക്ക് സ്വസ്ഥത വരുത്തി എന്ന് നാം വിശ്വസിക്കണം. യേശു നമുക്ക് സ്വസ്ഥത വരുത്തിയോ? കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞ പദം ഓർമ്മയില്ലേ? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അർത്ഥം എന്താ? സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ നിന്റെ സ്വസ്ഥതക്കേടിന്റെ കാലം കഴിഞ്ഞു. ഓ മൈ ഗാഡ്. യേശു ഭൂമി വന്നപ്പോൾ തന്നെ പറഞ്ഞ വാക്കഥ, കാലം തികഞ്ഞു. ഏതിന്റെ കാലം തികഞ്ഞു? അസ്വസ്ഥതയുടെ കാലം തികഞ്ഞു. ന്യായപ്രമാണത്തിന്റെ കാലം തികഞ്ഞു. ശബത്തെന്ന ഉപദേശത്തിന്റെ കാലം തികഞ്ഞു. ഇനി ശബത്തെന്ന അനുഭവത്തിന്റെ കാലം തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ശബത്തുപദേശക്കാരനെ അടുത്ത കാലത്ത് ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ ശബത്തുപദേശക്കാരനെ പരിചയപ്പെട്ടു. സാപത്തുപദേശക്കാരൻ ഞാൻ വേണ്ടി സംസാരിച്ചപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ശബത്തുണ്ടോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അയ്യോ സ്നേഹിത, ഞങ്ങൾക്ക് ആ ശബത്തുള്ളത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ദിവസം ശബത്തുണ്ട്? അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ശബത്തുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ശബത്താണെങ്കിൽ ഞങ്ങൾക്ക് എന്നും ശബത്താണ്. 365 ദിവസവും ഒരു വർഷത്തെ ശബത്ത, 24 മണിക്കൂർ ശബത്ത എന്ന് പറഞ്ഞാൽ സ്വസ്ഥതക്കേടിന്റെ ഒരു നിമിഷമില്ല. കാരണം ദൈവീക ശബത്ത് ഞങ്ങൾക്ക് ഉപദേശമല്ല, ഞങ്ങൾക്ക് അനുഭവം. ഇന്ന് ഈ ദൈവിക സ്വസ്ഥത ദൈവം പകരാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രൂശിൽ എല്ലാം ചെയ്തു എന്നുള്ളതാണ് ഈ സ്വസ്ഥതയുടെ അടിസ്ഥാനം. യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ ആര് വിശ്വസിക്കുന്നു, ആര് യേശുവിന്റെ ഫിനിഷ്ഡ് വർക്കിനെ വിശ്വസിക്കുന്നു, അവൻ ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. നിന്റെ രോഗത്തിന്റെ സ്വസ്ഥത യേശു കാൽവരി വരുത്തിയതാണ്. നിന്റെ ശാപത്തിന്റെ സ്വസ്ഥത യേശു കാൽവരി വരുത്തിയതാണ്. അസ്വസ്ഥത ഉളവാക്കുന്ന സകലത്തിന്റെ മേളിലും സ്വസ്ഥത യേശു ക്രൂശിൽ വരുത്തിയതാണ്. ഞാൻ ആവർത്തിക്കട്ടെ, അസ്വസ്ഥത ഉണ്ടാക്കുന്ന സകലത്തിന്റെ മേലുമുള്ള സ്വസ്ഥത യേശു കാൽവരിയിൽ വരുത്തിയതാണ്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. മിക്കവർക്കും രോഗത്തിന്റെ അസ്വസ്ഥതയാണ്. എന്നാൽ രോഗത്തിന്റെ അസ്വസ്ഥതയുള്ളവർ കേൾക്കുക, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ഇത് സത്യമാണ്. ഈ വേദന ചുമന്നയാളെ വിശ്വസിക്കേ. 40 വർഷം 20 ലക്ഷം പേരോട് പറഞ്ഞിട്ട് അവർക്ക് നേടാൻ പറ്റാഞ്ഞതിന്റെ കാര്യം അവിശ്വാസമായിരുന്നെന്ന് മറക്കല്ലേ. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പം വിശ്വാസം ഉണ്ടാകുന്നെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഈ ദൈവിക സ്വസ്ഥത പ്രവേശിക്കാൻ കഴിയും. ഈ സ്വസ്ഥതയിലേക്ക് അസ്വസ്ഥപ്പെടുത്തുന്ന ആ രോഗത്തോട് പറ, ഇനി എന്നെ അസ്വസ്ഥപ്പെടുത്തണ്ട, ഇനി നിനക്ക് എന്നെ അസ്വസ്ഥപ്പെടുത്താൻ പറ്റുകയില്ല. കാരണം ഞാൻ കേട്ട് കഴിഞ്ഞു, എൻ്റെ സ്വസ്ഥത യേശു ക്രിസ്തു വരുത്തിയിരിക്കുന്നു. അത് പറയുമ്പോൾ തന്നെ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, ഇന്ന് യേശുവിന്റെ നാമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് വിശ്വസിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഉറപ്പിച്ചത് സ്വീകരിക്കാനായിട്ട് കഴിയും. യേശു എന്നെ സ്വസ്ഥത വരുത്തി, ഇനി ഞാൻ അസ്വസ്ഥനാകണ്ട. രോഗത്തിന്റെ അസ്വസ്ഥതയിലായിരിക്കുന്നവർ പറയുക, യേശു എൻ്റെ അസ്വസ്ഥതയെ കാൽവരി ക്രൂശിൽ വഹിച്ചതുകൊണ്ട് ഇനി ഞാൻ അസ്വസ്ഥനാകേണ്ട ആവശ്യമില്ല.
ഈ തിരിച്ചറിവ് കിട്ടിയോ, വിശ്വസിച്ചോ, നിങ്ങളുടെ അസ്വസ്ഥത അഴിഞ്ഞു മാറുക. കുടുംബജീവിതത്തിൽ പ്രശ്നം അനുഭവിക്കുന്നവർ വിശ്വസിക്കുക. Efesiയർ 3:16 സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായി പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. എല്ലാ കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണം യേശുവാണ്. അപ്പൊ കുടുംബത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ യേശുവിന് കഴിയും. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അസ്വസ്ഥതകൾക്കിടയിൽ പിശാച് പ്രവർത്തിക്കുകയാണ്. ഇന്ന് നിങ്ങൾ വിളിച്ചു പറയുക, യേശുവിന്റെ സ്വസ്ഥതയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുൻകോപിയായ ഭർത്താവ് പറയുക, കോപം എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു. എന്നാൽ നിങ്ങൾ വിളിച്ചു പറയുക, ഈ കോപത്തിന്റെ മേൽ എനിക്ക് ദൈവിക സ്വസ്ഥത ഇപ്പോൾ വ്യാപരിക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ തന്നെ എനിക്ക് കാണാൻ കഴിയുന്നു, എനിക്ക് മനസ്സിലാക്കാൻ, എൻ്റെ ആത്മാവിൽ, എൻ്റെ സ്പിരിറ്റിൽ എനിക്കത് റിയലൈസ് ചെയ്യാൻ കഴിയുന്നു. യേശു ഇവിടെ പലരെയും വിടുവിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ അത്ഭുതം പലരുടെ മേലെ സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ യേശു ഇത് ചെയ്യുന്നത്? ദൈവിക സ്വസ്ഥത എന്താണ്, പുത്രനിലൂടെ വെളിപ്പെട്ടത് എന്താണെന്ന് നിങ്ങളൊന്ന് അനുഭവിക്കണം. ഇത് അനുഭവിച്ചവരുടെ അനുഭവങ്ങൾ ഞാൻ പറയാം. ഇത് സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവിക സമാധാനമായിരുന്നു. പത്മോസിൽ അവരെ കൊണ്ടുപോയിട്ടു. പത്മോസ് എന്ന് പറയുന്ന വലിയ ദ്വീപായിരുന്നു. ഈജിയൻ കടലിടുക്കായിരുന്നു പത്മോസ്. ഈജിയൻ കടലിന്റെ ഇടുക്കായിരുന്നു. രാഷ്ട്രീയ തടവുകാരെ നാട് കടത്തുന്ന സ്ഥലമായിരുന്നു. അവിടെ നാട് കടത്തിയവരാരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. യോഹന്നാൻ അവിടെ ചെന്ന് വീണപ്പോൾ കണ്ടത് ഈജിയൻ കടലലകൾ അടിച്ചുയർത്തുന്ന ആരവാരങ്ങളാണ്. ഈജിയൻ കടൽ അലകൾ അടിച്ചുയർത്തുന്ന ആരവാരങ്ങളാണ്. തനിക്ക് മുമ്പേ നാട് കടത്തപ്പെട്ടവരുടെ തലയോട്ടിയാണ് കണ്ടത്. താനൊന്ന് കണ്ണടച്ചിട്ട് വേണം തന്നെ കൊത്തിപ്പറിക്കാൻ എന്ന് പറഞ്ഞ അടുത്തു വരുന്ന കഴുകന്മാരെയാണ് കണ്ടത്. പക്ഷേ നിങ്ങൾ വായിച്ചു നോക്ക്, വെളിപ്പാട് പുസ്തകം മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്ക്. ആ മനുഷ്യൻ അസ്വസ്ഥനല്ല. കർത്തൃ ദിവസത്തിൽ ആത്മവിശനാകുന്നു. എന്നോട് സംസാരിച്ച നാദമെന്ന് കേൾക്കുവാൻ ഞാൻ പുറകേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ, കാണാൻ നോക്കിയപ്പോൾ ഇതാ നിൽക്കുന്നു സ്വസ്ഥത വരുത്തിയ യേശു. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യനും അന്ത്യനുമാണ്. ഞാൻ തുടക്കക്കാരൻ മാത്രമല്ല, ഞാൻ ഒടുക്കക്കാരനുമാണ്. ഞാൻ ബിഗിനർ മാത്രമല്ല, ഞാൻ ഫിനിഷറും കൂടെയാണ്. പത്മോസിൽ വീണിട്ട് ആ മനുഷ്യൻ സ്വസ്ഥനാണ്. കാരണം പ്രശ്നം പുറത്തും സ്വസ്ഥത അകത്തുക. ഓ മൈ ജീസസ്. നിങ്ങളെ പദം കഴിയുമെങ്കിൽ എഴുതിയെടുക്കണമേ. ഈ ലോകത്തിൽ ഒന്നിനും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്താൻ കഴിയുകയില്ല. നിങ്ങൾ അവിടുന്ന് വസ്തു വിറ്റ് പോകുന്നത് കാണാൻ കണ്ണിൽ എണ്ണ ഒഴിച്ചു കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറ, വെറുതെ എണ്ണ വേസ്റ്റ് ആക്കാന്നേ ഉള്ളൂ, ഞാൻ പോകത്തില്ല. എന്താ കാര്യം എന്നറിയാം? നിങ്ങൾ എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന അസ്വസ്ഥതയെല്ലാം പുറത്താണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ സകല ബുദ്ധിയും കവിയുന്ന ഒരു ദൈവിക സ്വസ്ഥത വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിലൂടെയുള്ള സ്വസ്ഥത കണ്ണിലും മൂക്കയിലും നാക്കയിലും അല്ല പകരുന്നത് കേട്ടോ. യേശു ക്രിസ്തുവിലൂടെയുള്ള സ്വസ്ഥത പകരുന്നത് ഹൃദയങ്ങളിലാണ്, മനസ്സുകളിലാണ്. യേശു ഇപ്പോൾ അത് പകരാനായിട്ട് ആഗ്രഹിക്കുക. പ്രശ്നം പുറത്തും സ്വസ്ഥത അകത്തുമാണ്. ഇനി ഒരിക്കലും അസ്വസ്ഥപ്പെടാൻ കഴിയാത്തവണ്ണം, ഞാൻ ആ പദം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി പറയാം. ആ പദം എന്നെ കേൾക്കുന്ന ഏതൊക്കെയോ വ്യക്തികളുടെ മേൽ ആ പദം തറച്ചു കയറുകയാണ്. നിങ്ങൾ പറഞ്ഞേക്കാം, ഈ 2012 പിറന്നിട്ടും എനിക്ക് അസ്വസ്ഥത മാറിയിട്ട് നേരമില്ല. തുറന്ന് ഞാൻ പറയാം, ഒരു വലിയ ദൈവിക സ്വസ്ഥത ഇന്ന് നിന്റെ വീട്ടിൽ വ്യാപരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ചൊല്ലി കരയുന്ന അമ്മമാരെ, വേദനിക്കുന്ന പിതാക്കന്മാരെ, ഒരു ജോലിയില്ല എന്ന് പറഞ്ഞ് തകർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സാമ്പത്തികമായ അതികഠിനമായ പരിശോധനയിലൂടെ കടന്നു പോകുന്നവരെ, ഒരു അസ്വസ്ഥത നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ വിളിച്ചു പറയുക, അസ്വസ്ഥതയെ, നീ പുറത്തും എൻ്റെ ഉള്ളിൽ സ്വസ്ഥത ഉള്ളത് കൊണ്ട് ഇതിനൊന്നിനും എന്നെ ബാധിക്കാൻ കഴിയുകയില്ല. പത്മോസിൽ കിടന്ന ആ മനുഷ്യൻ പാട്ട് പാടുകയാണ്. ഞാൻ പത്മോസിൽ കിടന്ന ആ വെളിപ്പാട് പുസ്തകം എഴുതിയെന്ന് പോലും നാളുകൾക്ക് ശേഷമാണ് മനസ്സിലായത്. കാരാഗ്രഹത്തിൽ കൈ ആമത്തിലിട്ട് പൂട്ടിയപ്പോഴും ഭയങ്കര പാട്ട് നടക്കുക. ഇത് എന്തോ ഇത് മനസ്സിലാകുന്നില്ല. തല കണ്ടിക്കാൻ കത്തിക്ക് മൂർച്ച കൂട്ടുമ്പോഴും ഇവിടെ സൂപ്പർ കൂർക്കം വലിച്ചുള്ള ഉറക്കം നടക്കുക. എന്നാ കാര്യം? ഒരു ദൈവിക സ്വസ്ഥത. വടികൊണ്ട് പലവട്ടം അടികൊണ്ട് ശരീരമാസകലം മുറിവേറ്റ് കിടക്കുമ്പോഴും ആ മനുഷ്യൻ വിളിച്ചു പറയുന്നു, യേശുക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം. എന്താ ഇതിന് കാരണം? ഇതൊരു വലിയ ദൈവിക സ്വസ്ഥതയിൽ നിന്നുള്ള വാക്കാണ്. കപ്പൽ ചേതകത്തിനോ അണലി നിന്റെ കയ്യെ കടിച്ച് തൂങ്ങിയേക്കാം, പക്ഷെ ഇതൊന്നും നിന്നെ അസ്വസ്ഥനാക്കുകയല്ല. കാരണം നിന്റെ അകത്ത് കയറാൻ പറ്റിയ ഒരണലി ഇന്നും ജീവിച്ചിരിപ്പില്ല. നിന്റെ ഉള്ളിലുള്ള ദൈവിക സ്വസ്ഥത അത് ഭയങ്കര ദൈവിക സ്വസ്ഥത തന്നെയാണ്. ഞാനിത് പറയുമ്പോൾ ഏതെല്ലാം മേഖലയിൽ, ജോലി സ്ഥലത്താണോ അസ്വസ്ഥതയുള്ളത്, വിശ്വസിക്കുക, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന യേശുവാണ് സ്വസ്ഥത. ഇനി സ്വസ്ഥതയെ അന്വേഷിച്ച് എവിടെയും പോകണ്ട. കസ്തൂരി അന്വേഷിച്ച് നടക്കുന്ന പോലെ ഇനി ആരും സ്വസ്ഥത അന്വേഷിച്ച് പോകണ്ട. എന്ത് കണ്ടാൽ സ്വസ്ഥത കിട്ടും? 2.5 മണിക്കൂർ ഒരു സിനിമ കണ്ടാൽ സ്വസ്ഥത ഉണ്ടല്ലേ? 2.5 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ ആ സ്വസ്ഥത തുടങ്ങുകയല്ലേ? ഏതെങ്കിലും ഒരു എന്റർടൈൻമെന്റിൽ ഏർപ്പെട്ടാൽ ആ എന്റർടൈൻമെന്റിൽ ഏർപ്പെടുമ്പം ഒരു മ്യൂസിക്, ഒരു പാട്ട് കേട്ടാൽ, അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അല്പം ഒന്ന് മദ്യപിച്ചാൽ, ഈ മദ്യപാനികളായിട്ടുള്ളവരോട് സംസാരിക്കും പറഞ്ഞു, സ്വസ്ഥതയില്ല ബ്രദറെ, അതുകൊണ്ടാണ് മദ്യപിക്കുന്നത്. ഭയങ്കര അസ്വസ്ഥത, അതുകൊണ്ടാണ് മദ്യപിക്കുന്നത്. അയ്യോ സ്നേഹിത, സ്വസ്ഥത ഇനി അന്വേഷിച്ച് എവിടെയും പോകണ്ട.
യേശു എന്ന സ്വസ്ഥത നിന്റെ ഉള്ളിലാണ് ഉള്ളത്. ഇന്ന് ആ മദ്യപാനി ആയവൻ പറ, ഇനി ഞാൻ മദ്യപിക്കത്തില്ല, യേശു എന്ന സ്വസ്ഥതയെ ഞാൻ സ്വീകരിക്കുകയാണ്. ഇന്ന് ആ ഡിവൈൻ റെസ്റ്റ് വിശ്വാസത്താൽ അങ്ങ് സ്വീകരിക്കണം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അത് എടുക്കാൻ കഴിയും. കാരണം ഈ തിരിച്ചറിവ് അനേകർക്ക് ലഭിച്ചിട്ടില്ല. നിങ്ങളിത് ഇതിന്റെ CD ബുക്ക് ചെയ്യണം, ഇത് അനേകരെ കേൾപ്പിക്കണം. ഇതിന്റെ VCD അവൈലബിൾ ആണ്, ഇതിന് DVD ഇതിന് MP3 ഫോർമാറ്റിൽ അവൈലബിൾ ആണ്. സ്ക്രീനിൽ തുടർമാനമായി കാണുന്ന നമ്പറുകൾ അനേക DVDകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുകയാണ്. നിങ്ങൾ വിളിക്കണം, നിങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെടണം, നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത് ലഭിക്കുന്നതായിരിക്കും. ഞാൻ നിങ്ങളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കർത്താവ് ഈ ദിവസങ്ങളിൽ ഈ വചനത്താൽ അനേകരെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കിതൊരു ഹെൽപ്പായെങ്കിൽ മറ്റുള്ള ഒരാളെ ഇതും കൊണ്ട് ഹെൽപ്പ് ചെയ്യണം, അവർക്കിത് മേടിച്ചു കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇവരോട് ഈ വചനം എടുത്തത് പറഞ്ഞു കൊടുക്കണം. അത്തരത്തിൽ നിങ്ങൾ ഇത് ഇന്ന് പ്രാപിക്കണം. ദൈവിക സ്വസ്ഥത സഭയായി സ്വസ്ഥമാകട്ടെ, കുടുംബങ്ങൾ സ്വസ്ഥമാകട്ടെ. ഞാൻ ഇന്നിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില മേഖലകൾ വ്യക്തമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നു. തലമുറയെ ചൊല്ലി കരയുന്നവർ, ദൂരത്തുള്ള മകനെ ചൊല്ലി, ദൂരത്തുള്ള മകളും മകനും തമ്മിലടിച്ചിരിക്കുക, രണ്ടും രണ്ട് ധ്രുവത്തിൽ പോകുന്നു എന്ന് കേട്ടു. എന്തോ ചെയ്യാൻ? അപ്പനും അമ്മയും ഇവിടെ അസ്വസ്ഥരായിരിക്കുക, BP കൂടിക്കൊണ്ടിരിക്കുക, എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ല. വിശ്വസിച്ചോ, നിങ്ങളുടെ ദൂരത്തുള്ള മകന്റെ അടുക്കലേക്ക് ആ ദൈവിക സ്വസ്ഥത ഇപ്പോൾ വ്യാപരിക്കുന്നുണ്ട്. അനേകം വിഷയങ്ങൾ. അപ്പൊ യേശു സ്വസ്ഥത വരുത്തി എന്നൊരു വിശ്വാസം മാത്രം മതി ഈ ദൈവിക സ്വസ്ഥത പ്രാപിക്കാൻ. ഞാൻ ആ പദം ആവർത്തിക്കട്ടെ ഒരിക്കൽ കൂടെ. യേശു സ്വസ്ഥത വരുത്തി എന്നുള്ള ഒരു വിശ്വാസം മാത്രം മതി ഈ ദൈവിക സ്വസ്ഥത പ്രാപിക്കാൻ. എബ്രായ ലേഖനം 3 അവസാനത്തെ വാക്യത്തിൽ കണ്ടില്ലേ? ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്യം വായിക്കാം. ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല, എന്നിട്ട് പറയുക, നിങ്ങൾക്കിത് ലഭിക്കാതെ പോകരുത്. സഹോദരന്മാരെ, ജീവനുള്ള 3:12 വാക്യം, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾക്കാർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവീൻ. കേട്ടോ, അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങൾക്കാർക്കും ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെട്ടു പോകരുത്. ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾത്തോളം അന്യോന്യം പ്രബോധിപ്പിച്ചുകൊണ്ട് ആദ്യ വിശ്വാസം, 14 വാക്യം നോക്കണേ, 3:14 വാക്യം, എബ്രായ ലേഖനം 3:14, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ കൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളിയായി തീരുന്നുവല്ലോ. കണ്ടോ, ശബത്തിൽ പങ്കാളിയാകാൻ പോവുക. എങ്ങനെ ശബത്തിൽ പങ്കാളിയാകുന്നത്? ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ യേശു എനിക്ക് സ്വസ്ഥത വരുത്തി. ഇനി ഒരു യാഗം ശേഷിക്കുന്നില്ല. വൺസ് ഫോർ ഓൾ, ഒരിക്കലായി എന്നേക്കുമായുള്ള യാഗം നടന്നിരിക്കുന്നു. യേശു നമുക്ക് സ്വസ്ഥത വരുത്തിയിരിക്കുന്നു. 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നോക്കണമേ. അവരെ പോലെ നാമും സദ്വർത്തമാനം കേട്ടവരാകുന്നു. അവരെ പോലെ, ആരെ പോലെ? 40 വർഷം 20 ലക്ഷം പേര് എന്തോ കേട്ടു? സദ്വർത്തമാനം കേട്ടു, ഗുഡ് ന്യൂസ് കേട്ടു. ഏത് ഗുഡ് ന്യൂസ്? ദൈവം സ്വസ്ഥത വരുത്തും എന്നുള്ള ഗുഡ് ന്യൂസ് കേട്ടു. അവരെ പോലെ നാമും ഈ സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും 4:2, 4:2, എബ്രായ ലേഖനം 4:2, ദയവായി ശ്രദ്ധിക്കുക. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട്. കണ്ടോ, കേട്ടു എന്നതുകൊണ്ടായില്ല. എന്തായി പരിണമിക്കണം? വിശ്വാസമായി പരിണമിക്കണം. വിശ്വാസം എന്താണെന്ന് കഴിഞ്ഞ മാസം എടുത്ത ക്ലാസ്സിലൂടെ മനസ്സിലാക്കാത്തവരാരുമില്ല. അതിന്റെ CDs അവൈലബിൾ ആണ്. വിശ്വാസം എന്താന്ന്, കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടവരിൽ ഉറപ്പായിട്ട് പരിണമിക്കണം. യേശു എനിക്ക് സ്വസ്ഥത വരുത്തി എന്ന് പറയുമ്പോൾ യേശു എനിക്ക് സ്വസ്ഥത വരുത്തി എന്ന് ഉറപ്പിക്കണം. ആ ഉറപ്പിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങണം. അവരെ പോലെ നാം സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കാവുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരപ്രദമായി വന്നില്ല. അവർ കേട്ടു, പക്ഷെ ഉപകാരപ്രദമായി വന്നില്ല. ഇന്ന് ഈ ടെലിവിഷനിലൂടെ നിങ്ങളിത് കേൾക്കുന്നു, നമ്മൾ ഒരുമിച്ച് അത് ഷെയർ ചെയ്യുന്നു. നമ്മുടെ നടുവിൽ കർത്താവ് വന്നിരിക്കുന്നു, യേശുവിന്റെ നാമം നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകണം. അതാണ് ഇവിടെ പറയുന്നത്. കേട്ടവർക്ക് അത് ഉപകാരപ്രദമായില്ല, അതുകൊണ്ട് ഇത് സംഭവിച്ചു. അവർക്ക് ഉപകാരപ്രദമായില്ല, അതുകൊണ്ട് അവർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. 3-ാം വാക്യം, വിശ്വസിച്ചവരായ നാമല്ലോ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. കണ്ടോ, വിശ്വസിച്ചവരായ നാമല്ലോ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. കണ്ടോ, 7-ാം നാളിൽ ദൈവം തന്റെ പ്രവൃത്തികളിൽ, ഈ ചരിത്രം മുഴുവൻ നിങ്ങൾ 3-4 അധ്യായം എബ്രായ ലേഖനം വായിച്ചാൽ അറിയാം. വിശ്വസിക്കുന്നവരായ നാമല്ലോ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ഞാൻ ആ പദം, മുമ്പേ പറഞ്ഞ പദം ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആവർത്തിക്കാം. ഇനി ഒരിക്കലും അസ്വസ്ഥപ്പെടാൻ കഴിയാത്ത ഒരു ദൈവിക സ്വസ്ഥത ദൈവം നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. വാസ്തവമായി ദൈവം അത് ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഇനി അസ്വസ്ഥപ്പെടാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ദൈവിക സ്വസ്ഥത ദൈവം നിങ്ങൾക്ക് വേണ്ടി തരാൻ ആഗ്രഹിക്കുന്നു. ദൈവിക സ്വസ്ഥത യേശുക്രിസ്തുവിലാണുള്ളത്. യേശുക്രിസ്തുവിലുള്ള ദൈവിക സ്വസ്ഥത നിങ്ങൾക്ക് വിശ്വാസത്താൽ ഇപ്പോൾ പ്രാപിക്കാൻ കഴിയും. ഇനി ഒരിക്കലും അസ്വസ്ഥനാകാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ദൈവിക സ്വസ്ഥത നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. കാരാഗ്രഹത്തിൽ ചിലപ്പോൾ നിങ്ങൾ വീഴ്ത്തപ്പെട്ടേക്കാം.
തീച്ചുളയിൽ ചിലപ്പോൾ നിങ്ങൾ വീഴ്ത്തപ്പെട്ടേക്കാം. ഇതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പരുവരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളെ ഒന്നും ഞാൻ കണ്ണടച്ചില്ലാതാക്കുന്നില്ല. ഇതിനെല്ലാം നിങ്ങൾ കടന്നുപോയേക്കാം. പക്ഷെ ഇതിനൊന്നിനും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്താൻ കഴിയുകയില്ല. വടികൊണ്ട് ശരീരം മുഴുവൻ അടികളേറ്റ് വീണ് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ നടക്കുന്ന മനുഷ്യനും വിളിച്ചു പറയുന്നു, ക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും എല്ലായ്പ്പോഴും ചെയ്യാം. കാരണം എന്താ? അടി പുറത്തും സ്വസ്ഥതയാകത്തുക. മന്ത്രവാദിയോട് പറ, ഹേ മന്ത്രവാദി, നീ പോയി ചെയ്യടാ. എടാ ആ വിചാരക, നീ ചെയ്യ. നീ എന്തെല്ലാം ദോഷം ചെയ്താലും നിനക്ക് പുറത്ത് ചെയ്യാനേ പറ്റുള്ളൂ. എൻ്റെ ഉള്ളിൽ ഒരു വലിയ ദൈവിക സ്വസ്ഥതയുണ്ട്. നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ആരെയെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ ദയവായി അവരോട് പറ, ഇതിനൊന്നിനും എന്നെ തകർക്കാൻ പറ്റുകയില്ല. ഒരു വലിയ ദൈവിക സ്വസ്ഥത എൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുക. അതിനപ്പുറത്ത് എനിക്ക് അസ്വസ്ഥപ്പെടാൻ കഴിയാത്ത ഒരു മേഖലയിലാണ് ഞാനിന്ന് ജീവിക്കുന്നത്. ഈ ജീവിതത്തിലേക്ക് നിങ്ങളെല്ലാവരും പ്രവേശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഡിവൈൻ റെസ്റ്റ് നിങ്ങൾ ഇന്ന് പ്രാപിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പിതാവേ, ഇന്ന് എൻ്റെ കേൾവിക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പല രീതിയിലുള്ള അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്നവരുണ്ട്. വിശേഷിച്ച് രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ അത്ഭുതമുണ്ടല്ലോ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ സൗഖ്യമാകട്ടെ കർത്താവേ. അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന ആ രോഗത്തെ യേശു കാൽവരിയിൽ വഹിച്ചു എന്ന ആ വിശ്വാസം കൊണ്ട് 40 വർഷം 20 ലക്ഷം പേർക്ക് അവിശ്വാസ നിമിത്തം കിട്ടാതെ പോയത് ഇന്ന് ഈ സാധാരണക്കാർ യേശുവിൻ്റെ നാമത്തിൽ പ്രാപിക്കട്ടെ, അവർക്ക് സംഭവിക്കട്ടെ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വാസത്താൽ ആ മുഴയുള്ള സ്ഥലത്ത് കൈവെക്കുക. നിങ്ങൾ രോഗം അനുഭവിക്കുന്ന സ്ഥലത്ത് കൈവെക്കുക. നിങ്ങൾ ഒരു പ്രശ്നത്തെയാണ് കാണുന്നതെങ്കിൽ ആ പ്രശ്നത്തെ ഒരു പേപ്പറിൽ എഴുതുക. ആ പേപ്പറിന്റെ മേളിൽ നിങ്ങളുടെ കൈവെക്കുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, നിന്റെ നാമത്തിന്റെ മഹത്വം ഇപ്പം വെളിപ്പെടണമേ കർത്താവേ. അവരെഴുതി വെച്ചിരിക്കുന്ന ആ വിഷയത്തിനകത്തൊരു വലിയ ദൈവിക സ്വസ്ഥത വെളിപ്പെടട്ടെ കർത്താവ്. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. വലിയ വിശ്വാസത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. 20 ലക്ഷം പേരോട് 40 വർഷം പറഞ്ഞിട്ട് അവർക്ക് കിട്ടിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഇന്ന് കിട്ടി. ദൈവത്തിന്റെ വചനം ചെയ്യുന്നത് എന്താണ്? ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതായിട്ട് അകത്ത് തളച്ചു കയറിയിട്ട് ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വേർതിരിക്കും എന്ന് പറഞ്ഞാൽ, ചിന്തയാണ് അസ്വസ്ഥത കൊണ്ടുവന്നത്. ആ ചിന്തയെ വേർതിരിക്കും, ആ ഭാവങ്ങളെ വേർതിരിക്കും. ഭയത്തിന്റെ ഭാവനകൾ ഉള്ളിൽ കിടപ്പുണ്ട്. പണ്ടെങ്ങോ കണ്ട കാഴ്ചകൾ, കേട്ട കേൾവികൾ, ഞെട്ടിക്കുന്ന സംഭവങ്ങളെ കുറിച്ചുള്ള ചിത്രങ്ങൾ ഉള്ളിൽ കിടപ്പുണ്ട്. അതിരിക്കുന്നിടത്തേക്ക് ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വചനത്തിന്റെ കത്തി കയറും. ഇരുവായ് തലയുള്ള വാളായിട്ട് അത് തുളച്ചു ചെന്നിട്ട് വേർപെടുത്തും. അവിടുന്ന് അതിനെ സെപ്പറേറ്റ് ചെയ്യും. നീ എന്ന വ്യക്തിയെ അസ്വസ്ഥത വിമുക്തനാക്കി, സ്വസ്ഥത, ഒരു വലിയ സ്വസ്ഥതയുടെ ഉടമയാക്കി ദൈവം നമ്മെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഇനി ഒരിക്കലും അസ്വസ്ഥപ്പെടാൻ കഴിയാത്ത ഒരു ദൈവിക സ്വസ്ഥത യേശുക്രിസ്തുവിൽ ലഭ്യമാണ്. വിശ്വാസത്താൽ ഒരു മുതൽ മുടക്കുമില്ല. ഇതിനുവേണ്ടി ആരും മീശ പഠിക്കണ്ട, ഇതിനുവേണ്ടി ആരും വെള്ളക്കുപ്പായ വിടണ്ട, ഇതിനുവേണ്ടി ആരും ഒന്നും ചെയ്യണ്ട. കർത്താവേ, ഇപ്പൊ ഞങ്ങളുടെ കൈപ്പിടി ഞങ്ങൾ പിടിച്ചേക്കുന്ന ഈ മുഴ ഇവിടുന്ന് ഇപ്പൊ അപ്രത്യക്ഷമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ഓ, ഈ മനുഷ്യന്റെ മേൽ ദൈവശക്തി അടിക്കുന്നു. നമുക്ക് ദൈവശക്തി അടിക്കുന്ന കണ്ട ഈ മനുഷ്യന്റെ മേൽ നിങ്ങളൊന്ന് കണ്ടേ. യേശുവിന്റെ കൈ വന്ന് തൊടുകയാ. കർത്താവിന്റെ കൈ, ഓ യേശുവിന്റെ കൈ. കഴിഞ്ഞു ആ ചരിത്രം കഴിഞ്ഞു. കരമടിച്ച കർത്താവിന്റെ സ്തോത്രം ചെയ്യും. ജീസസ്, ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ജീസസ്. കഴിഞ്ഞു, ആ സാധനം പോയി. ഇല്ല നോക്ക്, കേറി വന്ന് നോക്ക്, ബ്രദറെ, നോക്ക്. See this? Oh my God. Yes, boy. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തു. എഴുന്നേറ്റോ ബ്രദറെ, എഴുന്നേറ്റോ ബ്രദറെ. ഇല്ല